എല്ലാവർക്കും നമസ്കാരം. ടോട്ട് ട്യൂഷന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ചില വ്യവസായ പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ അഥവാ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. എല്ലാവരും റെഡിയല്ലേ? കൊള്ളാം, നമുക്ക് തുടങ്ങാം. നമ്മുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ രണ്ട് വിപ്ലവങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന്, വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. രണ്ട്, ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ. ഈ രണ്ട് വിപ്ലവങ്ങളും നമ്മുടെ ജീവിതരീതിയെ ആകെ മാറ്റിമറിച്ചു. പണ്ടത്തെ ഒരു പരമ്പരാഗത ജീവിതശൈലിയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ആധുനിക ജീവിതത്തിലേക്ക് മാറി, അല്ലേ? ഒന്ന് ഓർത്തു നോക്കിക്കേ, പണ്ട് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും വിശാലമായ നെൽപ്പാടങ്ങൾ കാണാമായിരുന്നു. പക്ഷേ ഇന്നോ ആ കാഴ്ചകൾ ഒരുപാട് മാറിയില്ലേ? പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചത്. നമ്മുടെ ഇന്ത്യ ഒരു കാർഷിക സമൃദ്ധമായ രാജ്യമാണ്. മെച്ചപ്പെട്ട കൃഷിരീതികളിലൂടെ നമ്മുടെ രാജ്യം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. ഇതിൽ രസതന്ത്രത്തിന്, അതായത് കെമിസ്ട്രിക്ക്, ഒരു വലിയ പങ്കുണ്ട്. ചെടികളുടെ നല്ല വളർച്ചയ്ക്കും നല്ല വിളവ് ലഭിക്കാനും വളങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കൃഷി ചെയ്യുന്നതിനു മുൻപ് മണ്ണിൽ ആസിഡ് ബേസ് ലവണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം പരിശോധിക്കാറുണ്ട്. എന്തിനായിരിക്കും അത്? ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിഹാരങ്ങൾ ചെയ്യും. ഇത് വിളകൾക്ക് നന്നായി വളരാനും ഏറ്റവും നല്ല വിളവ് തരാനും സഹായിക്കും. ഈ അധ്യായത്തിൽ നമ്മൾ കൃഷിക്കും വ്യവസായത്തിനും പ്രാധാന്യമുള്ള ചില രാസവസ്തുക്കളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് അമോണിയയിൽ നിന്ന് തുടങ്ങാം. എന്താണ് അമോണിയ? ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാസവസ്തുവാണ് അമോണിയ. നമുക്ക് അമോണിയ ഉണ്ടാക്കുന്ന ഒരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കിയാലോ? രസമായിരിക്കും. ഒരു വാച്ച് ഗ്ലാസിൽ കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുക്കുക. അതിലേക്ക് കുറച്ച് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഒരു ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് നന്നായി ഇളക്കുക. ഇപ്പോൾ ഒരു ഗ്യാസ് പുറത്തുവരും. അതാണ് അമോണിയ. അതിന് നിറമുണ്ടോ? ഇല്ല. പക്ഷേ അതിനൊരു പ്രത്യേക മണമുണ്ട്, ഒരു രൂക്ഷഗന്ധം, അല്ലേ? ഇനി നമുക്ക് ഈ ഗ്യാസിന്റെ സ്വഭാവം പരിശോധിക്കാം. നനഞ്ഞു ചുവന്ന ലിറ്റ്മസ് പേപ്പറും നീല ലിറ്റ്മസ് പേപ്പറും ഈ ഗ്യാസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറും. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? അതെ, അമോണിയയ്ക്ക് ക്ഷാരഗുണം അഥവാ ബേസിക് നേച്ചർ ഉണ്ട്. കൊള്ളാം. അമോണിയയെ ലബോറട്ടറിയിൽ നിർമ്മിക്കുമ്പോൾ അതിലെ ഈർപ്പം കളയാനായി ഒരു ശോഷക സ്തംഭം അഥവാ ഡ്രൈയിംഗ് ടവർ ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ കടത്തിവിടുമ്പോൾ അമോണിയയിലെ ജലാംശം നീക്കം ചെയ്യപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അമോണിയ ശേഖരിക്കുന്ന ഗ്യാസ് ജാർ തലകീഴായി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതുകൊണ്ടത് മുകളിലേക്ക് പോകും. ഇനി നമുക്ക് അമോണിയയുടെ മറ്റൊരു സ്വഭാവം നോക്കാം. അമോണിയ വെള്ളത്തിൽ നന്നായി ലയിക്കുമോ? നമുക്കൊരു പരീക്ഷണം ചെയ്യാം. ഒരു ഫ്ലാസ്കിൽ അമോണിയ ഗ്യാസ് എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു സിറിഞ്ച് ഉപയോഗിച്ച് കുറച്ച് വെള്ളം ചീറ്റുക. എന്ത് സംഭവിക്കും? പുറത്തൊരു ബീക്കറിൽ വെച്ച വെള്ളം ശക്തിയായി ഫ്ലാസ്കിലേക്ക് കയറുന്നത് കാണാം. ഇതിനെ ഫൗണ്ടൻ പരീക്ഷണം അഥവാ ഫൗണ്ടൻ എക്സ്പെരിമെന്റ് എന്ന് പറയും. ഇതിൽ നിന്ന് അമോണിയയ്ക്ക് ജലത്തിൽ ലയിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അമോണിയ ജലത്തിൽ ലയിക്കുമ്പോഴുണ്ടാകുന്ന പദാർത്ഥമാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് അഥവാ NH4OH. NH3+H2O = NH4OH. ഈ അമോണിയം ഹൈഡ്രോക്സൈഡിനും ക്ഷാരഗുണമുണ്ട്. ഇനി നമുക്ക് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം പഠിക്കാം. ഇതാണ് ഏറ്റവും പ്രധാനം. ഇതിന് പറയുന്ന പേരാണ് ഹേബർ പ്രക്രിയ അഥവാ ഹേബർ പ്രോസസ്. നൈട്രജനും ഹൈഡ്രജനും 1:3 എന്ന അനുപാതത്തിലെടുത്ത് ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും സംയോജിപ്പിച്ചാണ് അമോണിയ നിർമ്മിക്കുന്നത്. ഈ പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനായി സ്പോഞ്ച് അയൺ ഉൽപ്രേരകമായി അഥവാ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഈസ് ഈക്വൽ ടു 2NH3 ഗ്യാസ് പ്ലസ് താപം. ഫ്രിറ്റ്സ് ഹേബർ, കാൾ ബോഷ് എന്നീ 2 ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ പ്രക്രിയ വികസിപ്പിച്ചെടുത്തത്. അവർക്കിതിന് നോബൽ സമ്മാനം പോലും ലഭിച്ചിട്ടുണ്ട്. ഈ കണ്ടുപിടുത്തം കൊണ്ടാണ് ഹരിത വിപ്ലവം സാധ്യമായത്. ഹേബർ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന അമോണിയ ഉയർന്ന മർദ്ദത്തിൽ ദ്രാവികമാക്കി മാറ്റി ലിക്വിഡ് അമോണിയ ആയി സൂക്ഷിക്കുന്നു. അമോണിയയുടെ ഗാഢജലീയ ലായനിയെ ലിക്കർ അമോണിയ എന്നു പറയുന്നു. അമോണിയയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? 1. അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ തുടങ്ങിയ രാസവളങ്ങൾ നിർമ്മിക്കാൻ. 2.
ഐസ് പ്ലാന്റുകളിൽ ശീതീകരിയായി. 3. നൈലോൺ റയോൺ പോലുള്ള കൃത്രിമ നാരുകൾ നിർമ്മിക്കാൻ. 4. നൈട്രിക് ആസിഡ് നിർമ്മാണത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ്. ഇനി നമുക്ക് ഉഭയദിശാ പ്രവർത്തനങ്ങളെയും രാസസന്തുലനത്തെയും കുറിച്ച് പഠിക്കാം. ഒരു ഗ്ലാസ് ട്യൂബിന്റെ ഒരറ്റത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കിയ പഞ്ഞിയും മറ്റേ അറ്റത്ത് അമോണിയ ലായനിയിൽ മുക്കിയ പഞ്ഞിയും വെച്ചാൽ ട്യൂബിന്റെ മധ്യഭാഗത്തായി വെളുത്ത കട്ടിയുള്ള പുക ഉണ്ടാകുന്നത് കാണാം. ഇത് അമോണിയം ക്ലോറൈഡാണ്, NH4Cl. NH3+HCl = NH4Cl. ഇവിടെ അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡും അഭികാരകങ്ങളും അഥവാ റിയാക്റ്റൻസും അമോണിയം ക്ലോറൈഡ് ഉൽപ്പന്നവുമാണ് അഥവാ പ്രോഡക്റ്റ്. ഇതിനെ പുരോപ്രവർത്തനമെന്ന് പറയുന്നു. ഇനി ഈ അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കിയാൽ അത് വീണ്ടും അമോണിയയും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി വിഘടിക്കും. NH4Cl = NH3+HCl. ഇതിനെ പശ്ചാത് പ്രവർത്തനമെന്ന് പറയുന്നു. ഒരേ സമയം പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഉഭയദിശാ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത് കാണിക്കാൻ സന്തുലന ചിഹ്നമായ ഈക്വൽ ടു സൈൻ ഉപയോഗിക്കുന്നു. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് = 2NH3 ഗ്യാസ് ഒരു ഉഭയദിശാ പ്രവർത്തനമാണ്. പുരോപ്രവർത്തനത്തിന്റെ നിരക്കും പശ്ചാത് പ്രവർത്തനത്തിന്റെ നിരക്കും തുല്യമായി വരുന്ന ഘട്ടത്തെയാണ് രാസസന്തുലനം അഥവാ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഒരേ അളവിൽ നിലനിൽക്കും. രാസസന്തുലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു തത്വമുണ്ട്. അതാണ് ലേ ഷാറ്റ്ലിയർ തത്വം അഥവാ ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത അഥവാ കോൺസെൻട്രേഷൻ, മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ എന്നിവയിൽ മാറ്റം വരുത്തിയാൽ ആ വ്യൂഹം ആ മാറ്റം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഒരു പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുകയും ചെയ്യും. നമുക്ക് ഓരോന്നായി നോക്കാം. 1. ഗാഢത അഥവാ കോൺസെൻട്രേഷൻ. N2+3H2 = 2NH3 എന്ന പ്രവർത്തനത്തിൽ നമ്മൾ കൂടുതൽ നൈട്രജൻ ചേർത്താൽ എന്ത് സംഭവിക്കും? സിസ്റ്റം ആ അധികമുള്ള നൈട്രജനെ ഉപയോഗിച്ചു തീർക്കാൻ ശ്രമിക്കും. അതിനായി പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടി കൂടുതൽ അമോണിയ ഉണ്ടാക്കും. ഇനി ഉൽപ്പന്നമായ അമോണിയയെ നമ്മൾ അവിടെ നിന്ന് നീക്കം ചെയ്താലോ? അപ്പോഴും സിസ്റ്റം ആ കുറവ് നികത്താൻ വേണ്ടി പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടും. അപ്പോൾ അഭികാരകങ്ങളുടെ ഗാഢത കൂട്ടിയാൽ പുരോപ്രവർത്തന വേഗത കൂടും. ഉൽപ്പന്നങ്ങളുടെ ഗാഢത കൂട്ടിയാൽ പശ്ചാത് പ്രവർത്തന വേഗത കൂടും. എളുപ്പമല്ലേ? 2. മർദ്ദം. മർദ്ദത്തിന് വാതകങ്ങളെ മാത്രമേ സ്വാധീനിക്കാൻ കഴിയൂ. N2+3H2 = 2NH3 എന്ന സമവാക്യം നോക്കൂ. അഭികാരകങ്ങളുടെ ഭാഗത്ത് ആകെ എത്ര മോൾ വാതകമുണ്ട്? 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനുമുണ്ട്. അപ്പോൾ ആകെ 4 മോളുകൾ. ഉൽപ്പന്നത്തിന്റെ ഭാഗത്തോ 2 മോൾ അമോണിയ മാത്രം. അപ്പോൾ 2 മോളുകൾ. പുരോപ്രവർത്തനം നടക്കുമ്പോൾ മോളുകളുടെ എണ്ണം 4-ൽ നിന്ന് 2-ആയി കുറയുന്നു. പശ്ചാത് പ്രവർത്തനം നടക്കുമ്പോൾ 2-ൽ നിന്ന് 4-ആയി കൂടുന്നു. ലേ ഷാറ്റ്ലിയർ തത്വമനുസരിച്ച് നമ്മൾ മർദ്ദം കൂട്ടിയാൽ സിസ്റ്റം മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കും. മർദ്ദം കുറയണമെങ്കിൽ മോളുകളുടെ എണ്ണം കുറയണം. അപ്പോൾ ഏതു പ്രവർത്തനത്തിന്റെ വേഗത കൂടും? പുരോപ്രവർത്തനം. കാരണം അപ്പോഴാണ് മോളുകളുടെ എണ്ണം കുറയുന്നത്. അതിനാൽ അമോണിയ നിർമ്മാണത്തിൽ ഉയർന്ന മർദ്ദം ഉപയോഗിക്കുന്നത് കൂടുതൽ ഉൽപ്പന്നം ലഭിക്കാനാണ്. രസകരമല്ലേ? 3. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് റിവേഴ്സിബിൾ ടു 2NH3 ഗ്യാസ് പ്ലസ് താപം. ഈ പ്രവർത്തനത്തിൽ പുരോപ്രവർത്തനം ഒരു താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക്. കാരണം താപം പുറത്തുവിടുന്നു. അപ്പോൾ പശ്ചാത് പ്രവർത്തനം താപശോഷക പ്രവർത്തനമായിരിക്കും, എൻഡോതെർമിക്. നമ്മൾ താപനില കൂട്ടിയാൽ സിസ്റ്റം എന്തു ചെയ്യും? താപം കുറയ്ക്കാൻ ശ്രമിക്കും. അതിനായി താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ, അതായത് പശ്ചാത് പ്രവർത്തനത്തിന്റെ വേഗത കൂട്ടും. അപ്പോൾ അമോണിയ വിഘടിച്ച് നൈട്രജനും ഹൈഡ്രജനുമായി മാറും. അത് നമുക്ക് നഷ്ടമാണ്. കൂടുതൽ അമോണിയ കിട്ടാൻ നമ്മൾ താപനില കുറയ്ക്കണം. എന്നാൽ താപനില ഒരുപാട് കുറച്ചാൽ പ്രവർത്തനത്തിന്റെ വേഗത മൊത്തത്തിൽ കുറഞ്ഞുപോകും. അതുകൊണ്ട് ഹേബർ പ്രക്രിയയിൽ ഒരു അനുകൂല താപനില അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചറായ 450°C ആണ് ഉപയോഗിക്കുന്നത്. 4. ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ്. ഉൽപ്രേരകം പുരോപ്രവർത്തനത്തിന്റെയും പശ്ചാത് പ്രവർത്തനത്തിന്റെയും വേഗത ഒരേപോലെ കൂട്ടുന്നു. അതുകൊണ്ട് സിസ്റ്റം വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥയിലെത്താൻ ഉൽപ്രേരകം സഹായിക്കുന്നു. അമോണിയ നിർമ്മാണത്തിൽ സ്പോഞ്ച് അയേൺ ആണ് ഉൽപ്രേരകം.
അപ്പോൾ അമോണിയ നിർമ്മാണത്തിൽ കൂടുതൽ ഉൽപ്പന്നം ലഭിക്കാൻ വേണ്ട അനുകൂല സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഉയർന്ന മർദ്ദം, അനുകൂലമായ താപനില, പിന്നെ ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യം. എല്ലാവർക്കും മനസ്സിലായോ? ഗുഡ്. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സംയുക്തത്തിലേക്ക് കടക്കാം. സൾഫ്യൂറിക് ആസിഡ് അല്ലെങ്കിൽ H2SO4. ഇതിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് വിളിക്കുന്നത്. കാരണം വളങ്ങൾ, പെയിന്റുകൾ, ഫൈബറുകൾ, മരുന്നുകൾ, ഡിറ്റർജന്റുകൾ തുടങ്ങി ഒരുപാട് വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഇതുപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്. ഇതിന് 4 പ്രധാന ഘട്ടങ്ങളുണ്ട്. 1. സൾഫറിനെ ഓക്സിജനിൽ കത്തിച്ച് സൾഫർ ഡയോക്സൈഡ് അല്ലെങ്കിൽ SO2 ഉണ്ടാക്കുന്നു. S+O2 gives SO2. ഈ സൾഫർ ഡയോക്സൈഡിനെ വെനേഡിയം പെൻഡോക്സൈഡ് അല്ലെങ്കിൽ V2O5 എന്ന ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഓക്സിജനുമായി വീണ്ടും പ്രവർത്തിപ്പിച്ച് സൾഫർ ട്രയോക്സൈഡാക്കി മാറ്റുന്നു. 2SO2 plus O2 gives reversible reaction of 2SO3. ഈ സൾഫർ ട്രയോക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ച് ഒലിയൻ എന്ന പദാർത്ഥമുണ്ടാക്കുന്നു. SO3 plus H2SO4 gives H2S2O7. ഈ ഒലിയത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ജലം ചേർത്താണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. H2S2O7 plus H2O gives 2H2SO4. ഒരു സംശയം തോന്നിയോ? എന്തിനാണ് SO3യെ നേരിട്ട് വെള്ളത്തിൽ ലയിപ്പിക്കാതെ ഇങ്ങനെ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിച്ച് ഒലിയമാക്കുന്നത്? കാരണം SO3 ജലവുമായി ചേരുന്നത് ഒരു ശക്തമായ താപമോചക പ്രവർത്തനമാണ്. അപ്പോൾ ഉണ്ടാകുന്ന സൾഫ്യൂരിക് ആസിഡ് ഒരു മൂടൽ മഞ്ഞുപോലെ ആകും. അത് കൂടുതൽ SO3 ലയിക്കുന്നതിന് തടയും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ ഗുണങ്ങൾ നോക്കാം. ഇത് നിറമില്ലാത്ത, വെള്ളത്തേക്കാൾ സാന്ദ്രതയും വിസ്കോസിറ്റിയും കൂടിയൊരു ദ്രാവകമാണ്. ഇത് ജലത്തിൽ ലയിക്കുമ്പോൾ ധാരാളം താപം പുറത്തുവിടും. അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുമ്പോൾ ആസിഡ് വെള്ളത്തിലേക്ക് കുറേശ്ശെയായി ഇളക്കിക്കൊണ്ട് ചേർക്കണം. ഒരിക്കലും ആസിഡിലേക്ക് വെള്ളം ഒഴിക്കരുത്, അത് അപകടമാണ്. ഇനി രാസഗുണങ്ങൾ. 1. നിർജ്ജലീകരണ ഗുണം അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി. പഞ്ചസാരയിലേക്ക് കുറച്ച് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചാൽ എന്തു സംഭവിക്കും? പഞ്ചസാര കറുത്ത കരിയായി മാറും. കാരണം സൾഫ്യൂരിക് ആസിഡ് പഞ്ചസാരയിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അതേ അനുപാതത്തിൽ വലിച്ചെടുക്കുന്നു. ഈ കഴിവിനെയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത്. ഗാഢ H2SO4 ഒരു നല്ല നിർജ്ജലീകാരിയാണ്. 2. ശോഷക ഗുണം അല്ലെങ്കിൽ ഡ്രൈയിങ് പ്രോപ്പർട്ടി. പദാർത്ഥങ്ങളിലെ ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് CO2, HCl പോലുള്ള വാതകങ്ങൾ നിർമ്മിക്കുമ്പോൾ അവയെ ഈർപ്പരഹിതമാക്കാൻ ഗാഢ H2SO4 ഉപയോഗിക്കുന്നു. 3. ഓക്സീകരണ ഗുണം അല്ലെങ്കിൽ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി. ഗാഢ H2SO4 ലോഹങ്ങളെയും അലോഹങ്ങളെയും ഓക്സീകരിക്കാൻ കഴിവുള്ള ഒരു നല്ല ഓക്സീകാരിയാണ്. ഇനി നമുക്ക് ആസിഡുകളുടെ ബേസിസിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റി ഓഫ് ആസിഡ്സ് എന്താണെന്ന് നോക്കാം. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രോട്ടോൺ രൂപത്തിൽ ദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണമാണ് അതിന്റെ ബേസിസിറ്റി. HCl, HNO3 തുടങ്ങിയവ ഒരു ഹൈഡ്രജനെയാണ് ദാനം ചെയ്യുന്നത്. അതിനാൽ അവ ഏക ബേസിക് ആസിഡുകളാണ്. H2SO4, H2CO3 എന്നിവ 2 ഹൈഡ്രജനെ ദാനം ചെയ്യും. അവ ദ്വിബേസിക് ആസിഡുകളാണ്. H3PO4 ഫോസ്ഫറിക് ആസിഡ് 3 ഹൈഡ്രജനെ ദാനം ചെയ്യും. അതൊരു 3 ബേസിക് ആസിഡ് ആണ്. ഇനി നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് സോഡയെക്കുറിച്ച് പഠിക്കാം. ഇതിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേരാണ് ക്ലോർ-ആൽക്കലി പ്രക്രിയ. ഉപ്പുലായനി അഥവാ ഗാഢ സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് നടത്തിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ സോഡിയം ഹൈഡ്രോക്സൈഡോടൊപ്പം ക്ലോറിൻ, ഹൈഡ്രജൻ എന്നീ വാതകങ്ങളും ഉപ-ഉൽപ്പന്നങ്ങളായി ലഭിക്കുന്നു. സോപ്പ്, ഡിറ്റർജന്റ്, പേപ്പർ, റേയോൺ എന്നിവയുടെ നിർമ്മാണത്തിന് NaOH വ്യാപകമായി ഉപയോഗിക്കുന്നു. അടുത്തത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl. ഹൈഡ്രജനും ക്ലോറിനും നേരിട്ട് സംയോജിപ്പിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതൊരു താപമോചക പ്രവർത്തനമായതുകൊണ്ട് നടക്കുന്ന റിയാക്ടറിനെ HCl ഓവൻ എന്നാണ് പറയുന്നത്. ഇനി ലവണങ്ങൾ അല്ലെങ്കിൽ സോൾട്സിനെ കുറിച്ച്. ഒരു ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലവണവും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നിർവീരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ. ഉദാഹരണത്തിന് HCl plus NaOH gives NaCl plus H2O. എല്ലാ ലവണങ്ങളും ന്യൂട്രൽ അല്ല.
ഒരു ശക്തിയേറിയ ആസിഡും ശക്തിയേറിയ ബേസും അല്ലെങ്കിൽ സ്ട്രോങ് ബേസും ചേർന്നുണ്ടാകുന്ന ലവണം ന്യൂട്രൽ ആയിരിക്കും. ഉദാഹരണത്തിന് NaCl. ഒരു ശക്തിയേറിയ ആസിഡും ദുർബലമായ ഒരു ബേസും ചേർന്നുണ്ടാകുന്ന ലവണത്തിന് ആസിഡ് സ്വഭാവമായിരിക്കും. ഉദാഹരണത്തിന് അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NH4Cl. ഒരു ദുർബലമായ ആസിഡും ശക്തിയേറിയ ബേസും ചേർന്നുണ്ടാകുന്ന ലവണത്തിന് ബേസിക് സ്വഭാവമായിരിക്കും. ഉദാഹരണത്തിന് സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ Na2CO3. അവസാനമായി നമുക്ക് വളങ്ങളെക്കുറിച്ച് നോക്കാം. സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന പദാർത്ഥങ്ങളാണ് വളങ്ങൾ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ പ്രകൃതിയിൽ നിന്ന് തന്നെ സസ്യങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ധാരാളമായി വേണ്ടിവരും. അവയെ പ്രാഥമിക പോഷകങ്ങൾ എന്നു പറയുന്നു. കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ കുറഞ്ഞ അളവിൽ മതി. അവ ദ്വിതീയ പോഷകങ്ങൾ. ഇരുമ്പ്, മാംഗനീസ് പോലുള്ളവ വളരെ ചെറിയ അളവിലേ വേണ്ടൂ. അവയെ സൂക്ഷ്മ പോഷകങ്ങൾ എന്നു പറയുന്നു. തുടർച്ചയായി ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ മണ്ണിലെ പോഷകങ്ങൾ നഷ്ടപ്പെടും. അത് നികത്താനാണ് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത്. NPK വളങ്ങളെന്ന് കേട്ടിട്ടില്ലേ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയ വളങ്ങളാണവ. അപ്പോൾ ഇത്രയുമാണ് ഈ അധ്യായത്തിലെ പ്രധാന കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സെൽസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8000606363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.